കഞ്ചിക്കോട് ചടയങ്കലായി ശ്രീവത്സത്തിൽ രാധാകൃഷ്ണന്റെ വീടിന് സമീപത്ത് നിർത്തിയിട്ട ബൈക്കുകൾക്ക് രാത്രി 2:30-യോടെയാണ് ഒരു സംഘം തീയിട്ടത്. തീ പടർന്നു പിടിച്ച് സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. രാധാകൃഷ്ണൻ, സഹോദരൻ കണ്ണൻ, കണ്ണന്റെ ഭാര്യ വിമല, ആദർശ് എന്നിവർക്കാണ് പൊള്ളലേറ്റത്. 65% പൊള്ളലേറ്റ വിമലയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 2 മണി ഉണ്ടാവും. സൗണ്ട് കേട്ടപ്പോൾ വെളിയിൽ പുറത്ത് ഓടി വന്നതാണ്. അപ്പോൾ 2 വീലറുകളൊക്കെ കത്തിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ വെള്ളം എടുത്തിട്ട് കടത്താവരെ നോക്കുമ്പോഴേക്കും എൻ്റെ പൊട്ടിയൊക്കെ തെറിച്ചപ്പോൾ എല്ലാം അങ്ങനെ വീട് ഫുള്ളായി കത്തി. വീടും കത്തി, 3 ബൈക്കും കത്തി. ചെറിയ കുട്ടി, ഞാനും ഭാര്യയൊക്കെ ഞങ്ങൾ വെളിയിൽ ഓടിയാലും ജീവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട്. കഞ്ചിക്കോട് കഴിഞ്ഞ 1 മാസത്തിലേറെയായി നടക്കുന്ന അക്രമ സംഭവങ്ങളുടെ തുടർച്ചയാണ് തീവെപ്പ്. പ്രദേശത്ത് പോലീസ് കാവൽ തുടരുന്നതിനിടയിലാണ് വീണ്ടും സംഘർഷമുണ്ടായത്. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് BJP ആരോപിച്ചു. യഥാർത്ഥ പ്രതികളെ പോലീസ് പിടികൂടാത്തതാണ് അക്രമം തുടരാൻ കാരണമെന്നും BJP ആരോപിക്കുന്നു.